നമസ്കാരം. ജിതിൻ കെ ജേക്കബിന്റെ FB പോസ്റ്റാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയകളിലെല്ലാം വൈറലാകുന്നത്. പോസ്റ്റ് തുടങ്ങുന്നത് ഇങ്ങനെയാണ്: എന്തുകൊണ്ട് സ്റ്റുഡിയോയെ സുഡാപ്പികൾ ലക്ഷ്യം വെക്കുന്നെന്നത് ചോദിച്ചാൽ ഉത്തരം ലളിതമാണ്. സുഡാപ്പികളെ പ്രധാനമായും കുണ്ഠിതപ്പെടുത്തുന്നത് സ്റ്റുഡിയോ ഷോറൂമുകളിൽ വസ്ത്രങ്ങൾക്കും അനുബന്ധ ഉൽപ്പന്നങ്ങൾക്കും 1000 രൂപയിൽ താഴെയേ വില വരുന്നുള്ളൂ എന്നതാണ്. കൂടാതെ മികച്ച സേവനവുമാണ്. ഇന്ത്യയിലെ മെട്രോകളിൽ മാത്രമല്ല അവർ ഉള്ളത്. ടയർ 1, ടയർ 2 സിറ്റികളിലും ഇപ്പോൾ ഗ്രാമങ്ങളിലേക്കും സ്റ്റുഡിയോ എത്തുന്നു. നികുതി വെട്ടിപ്പ് നടത്തി കച്ചവടം നടത്തിയിരുന്ന വലിയൊരു വിഭാഗത്തിന്റെ അടിവേരി ഇളക്കിക്കൊണ്ടാണ് സ്റ്റുഡിയോ ചുരുങ്ങിയ വർഷങ്ങൾ കൊണ്ട് സാധാരണക്കാരായ ഇന്ത്യക്കാരുടെ പ്രിയ ബ്രാൻഡായി മാറിയത്. അത് തന്നെയുമല്ല, ജമാഅത്തെ ഇസ്ലാമി എന്ന ഭീകര സംഘടന ഭരിക്കുന്ന ബംഗ്ലാദേശിൽ നിന്ന് ഇന്ത്യയിലേക്കുള്ള തുണി കയറ്റുമതിക്കും ഇപ്പോൾ തിരിച്ചടി ഉണ്ടായിരിക്കുന്നു. ഇടനിലക്കാരെ പൂർണ്ണമായി ഒഴിവാക്കി. ഇന്ത്യയിലെ തന്നെ വസ്ത്രനിർമ്മാണ സ്ഥാപനങ്ങളിൽ നിന്നാണ് സ്റ്റുഡിയോ ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നത്. ഇതൊക്കെയാണ് ഇവരുടെ പ്രശ്നം. അല്ലാതെ ടാറ്റ ഗ്രൂപ്പും ഇസ്രായേലും തമ്മിലുള്ള ബന്ധമൊന്നുമല്ല സുഡാപ്പികളെ വേദനിപ്പിക്കുന്നത്. ഗൾഫ് രാജ്യങ്ങളും ജോർദാസും ഈജിപ്തും പോലുള്ള മുസ്ലിം രാജ്യങ്ങളും ഇസ്രായേലുമായുള്ള നല്ല ബന്ധം സുഡാപ്പികൾ കാണുന്നില്ലേ? ടാറ്റ കൺസൾട്ടൻസി നിർമ്മിക്കുന്ന സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് ഇസ്രായേൽ പാലസ്തീനിലെ ജനങ്ങളെ കൊല്ലുന്നു എന്നൊക്കെയുള്ള വിവരക്കേടുകളൊക്കെയാണ് സുഡാപ്പികൾ ഉയർത്തുന്നത്. ഇവറ്റങ്ങളോട് അതായിരിക്കും ജമാഅത്തെ ഇസ്ലാമികൾ പറഞ്ഞു കൊടുത്തിട്ടുള്ളത്. മണ്ടന്മാരായതുകൊണ്ട് അത് വിശ്വസിച്ച് ബോയ്ക്കോട്ട് എന്ന് പറഞ്ഞ് നാട്ടുകാരെ ചിരിപ്പിക്കാൻ തെരുവിലിറങ്ങി. ഇനിയിപ്പോൾ പാലസ്തീനികളോട് ഇവിടുത്തെ സുഡാപ്പികൾക്ക് വലിയ അനുകമ്പയാണെങ്കിൽ ഹമാസ് തീവ്രവാദികളോട് ഇസ്രായേലിൽ നിന്ന് കടത്തിക്കൊണ്ടുപോകുന്ന ബന്ദികളെ വിട്ടുകൊടുക്കാൻ പറഞ്ഞാൽ പോരെ? അപ്പോൾ യുദ്ധവും നിൽക്കുമല്ലോ. പാലസ്തീൻ ജനത തന്നെ ഹമാസ് തീവ്രവാദികളെ തള്ളി പറഞ്ഞിട്ടും കേരള സുഡാപ്പികൾ ഇപ്പോഴും ഹമാസിനെ ജയ് വിളിച്ചു നടക്കുന്നു. പാലസ്തീൻ ജനതയെ ഓർത്ത് വിങ്ങിപ്പൊട്ടുന്ന സുഡാപ്പികൾ ബക്രീദിന് പൂർണ്ണ ഉപവാസ പ്രാർത്ഥനയിലായിരിക്കുമല്ലോ അല്ലേ? എല്ലാത്തിനും പിന്നിൽ സാമ്പത്തിക താല്പര്യങ്ങൾ മാത്രമാണ് ഉള്ളത്. ടാറ്റ ഗ്രൂപ്പിനോടുള്ള ഇന്ത്യൻ ജനതയുടെ ആത്മബന്ധം സുഡാപ്പികൾക്ക് അറിയില്ലല്ലോ. ഒരു പരസ്യവും നൽകാതെ മികച്ച സർവീസും ഉൽപ്പന്നങ്ങളും തുച്ഛമായ വിലയിൽ നൽകിയാണ് സ്റ്റുഡിയോ നഗരങ്ങളിലെയും ഗ്രാമങ്ങളിലെയും സാധാരണക്കാരുടെ ഹൃദയം കവർന്നത്. സ്റ്റുഡിയോയ്ക്ക് സുഡാപ്പികൾ നൽകിയ പരസ്യത്തിന് നന്ദി. ടാറ്റ ഗ്രൂപ്പിന്റെ ബ്രാൻഡാണെന്ന് അറിയുമ്പോൾ കൂടുതൽ ആളുകൾ സ്റ്റുഡിയോയിലേക്ക് എത്തും എന്നുറപ്പാണ്. പരസ്യമൊന്നും ഇല്ലാത്തതുകൊണ്ട് പലരും ഇതൊന്നും അറിഞ്ഞില്ലെന്നു മാത്രം. 3 ദിവസം കൂടുമ്പോൾ സ്റ്റുഡിയോ ഇന്ത്യയിൽ ഒരു ഷോറൂം തുറക്കുന്നു എന്നതാണ് കണക്ക്. സുഡാപ്പികൾ കാരണം ഓരോ ദിവസവും പുതിയ സ്റ്റുഡിയോ ഷോറൂം തുറക്കാൻ ടാറ്റ ഗ്രൂപ്പ് നിർബന്ധിതമാക്കാൻ ആണ് സാധ്യത. എന്തായാലും നന്ദിയുണ്ട് സുഡാപ്പികളെ. 1 രൂപ ചിലവില്ലാതെ ടാറ്റ ഗ്രൂപ്പിന്റെ സ്റ്റുഡിയോ എന്ന വസ്ത്ര വ്യാപാര ബ്രാൻഡിനെ കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിച്ചതിന്. കടപ്പാട് ജിതിൻ കെ ജേക്കബ്, ന്യൂസ് ഡെസ്ക്, ഭാരതഭൂമി.